PM ശ്രീയിൽ കുട്ടികളുടെ ഭാവി തട്ടിക്കളിക്കുകയാണോ LDF? PM ശ്രീയിൽ പിന്നോട്ടു പോകാനോ ഇടത് നാടകങ്ങൾ എന്ന ചോദ്യവും ഉയരുന്നു. CPI കടും പിടുത്തം തുടരുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് വിശ്വാസയോഗ്യമല്ലെന്ന് വിമർശനം. അണികളുടെ കണ്ണിൽ പൊടിയിടാനാണ് CPM-ഉം CPI-യും ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് സമ്മതിക്കുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞ്. പദ്ധതി നിർവഹണത്തിൽ മറ്റ് സംസ്ഥാനങ്ങളേറെ മുന്നിലെത്തിയിട്ടും രാഷ്ട്രീയ വൈരം മൂലമാണ് സംസ്ഥാന സർക്കാർ PM ശ്രീയോട് മുഖം തിരിച്ചു നിൽക്കുന്നത്. വൈകിയെത്തിയ വിവേകമെങ്കിലും PM ശ്രീ നടപ്പിലാക്കുന്ന സർക്കാർ തീരുമാനം പൊതുവിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഇടതുമുന്നണിയിൽ പദ്ധതിയെ ചൊല്ലി നടക്കുന്ന വിവാദം അഭിമാന പദ്ധതിയുടെ നടത്തിപ്പിനെക്കുറിച്ച് തന്നെ ആശങ്ക വളർത്തുകയാണ്. CPM CPI കടിപിടി PM ശ്രീയിൽ നിന്ന് പിന്നോട്ട് പോകുവാനുള്ള ഇടത് നാടകമാണോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. പദ്ധതി അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തം CPI തുടരുമ്പോൾ പ്രശ്നം പരിഹരിക്കുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് വിശ്വാസയോഗ്യമല്ലെന്നും വിമർശനമുണ്ട്. രാഷ്ട്രീയ താൽപര്യത്തിനായി പദ്ധതി ഉപേക്ഷിച്ചാൽ തിരിച്ചടി ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരുടെ കുട്ടികൾക്കാണ്. പണം വകമാറ്റി പദ്ധതി അവതാളത്തിലാക്കുന്ന പതിവ് രീതി സർക്കാർ സ്വീകരിക്കുമോ എന്നതും ആശങ്കയാണ്. അതേസമയം CPI CPM തർക്കം ഇതുവരെ വിരുദ്ധ നിലപാട് പറഞ്ഞ് പഠിപ്പിച്ച അണികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണെന്നും വിമർശനമുണ്ട്. ജനം, തിരുവനന്തപുരം.